ഞാൻ അവരോട് വിളിച്ച് പറഞ്ഞില്ലായിരുന്നു. അതിനൊരു വാക്ക് ഇപ്പോഴും ഓർമ്മണ്ടേ, അതിൻ്റെ ആദ്യത്ത് സ്ഥലങ്ങളുടെ ഡിപ്പിറ്റിൽ കൊടുക്കുമ്പോൾ അതിൽ കുറച്ച് തല മാത്രം കാണും പോവാ. അപ്പോൾ പെണ്ണുങ്ങൾ അങ്ങനെ പറയാം സൗണ്ട് വെച്ചത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ കമ്മിറ്റി മെമ്പറും വെളിയങ്കോട് കാവ്യവുമായ ഹംസ സഖാഫി ഉസ്താദ്, നമ്മുടെ വെളിയങ്കോട് മസ്കത്ത് വെളിയങ്കോട് കമ്മിറ്റിയുടെ ഇവിടുത്തെ ട്രസ്റ്റിൻ്റെ ചെയർമാൻ TVC അബൂബക്കർ ഹാജി, ഞാനൊക്കെ മസ്കത്തിൽ ചെല്ലുമ്പോൾ തന്നെ മസ്കത്തിൻ്റെ ഇത്തരം കമ്മിറ്റിയുടെ തലപ്പത്തുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് സാഹിബ് വെളിയങ്കോട് പോയി ചാലിശ്ശേരിയിലാണ് താമസിക്കുന്നത്. നമ്മൾ അറുമാകുട്ടിക്കാരുടെ മകനാണ്, പരിചയമില്ലാത്ത ഒരാളും ഉണ്ടാവില്ല. നമ്മളൊക്കെ ചെറുപ്പത്തിൽ അങ്ങാടി പോകുമ്പോൾ ഒരു പ്ലേറ്റുമായിട്ട് ശംസുൽ ഇസ്ലാം മദ്രസൊക്കെ നടത്തുന്നതിന് അങ്ങാടിയിൽ വന്ന് 50 വയസ്സ് 2 വയസ്സ് 10 വയസ്സൊക്കെ ഇട്ടിതാക്കുന്ന എന്നും കണ്ട അറുമാകുട്ടിക്കാരൻ അദ്ദേഹത്തിൻ്റെ മകനാണ്. ഞാനൊന്ന് പരിചയപ്പെടുത്തിയ മാത്രം. ബാക്കി ഇപ്പോഴത്തെ നമ്മുടെ കമ്മിറ്റിയുടെ ട്രഷറർ അഷ്റഫ്, എക്സിക്യൂട്ടീവ് മെമ്പർ ഷാഫി, മുൻ മെമ്പർമാരായ നമ്മുടെ നസൂർ പോലത്തെ എല്ലാ ആളുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ഇവരുടെയൊക്കെ നമ്മുടെ നേതാക്കന്മാർ ലക്കി മാമുണിക്ക പോലുള്ള ആളുകളുടെ 1978-80 കാലഘട്ടത്തിലാണ് ആൾക്കാർ ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടാക്കിയത്. പിന്നീട് അന്ന് നമ്മളെ പടിഞ്ഞാറ് മഹലും നമ്മളെ മഹലും ഒന്നായിട്ടായിരുന്നു. പിന്നീട് അതിന് ചില മാറ്റങ്ങൾ വന്നു. ആ മാറ്റം വന്നതിന് 1992 ബഹുമാനപ്പെട്ട മുത്തുമോന്റെ ഉപ്പ MP ചുണ്ണി തങ്ങൾ മസ്കത്തിലേക്ക് വിസിറ്റ് ചെയ്യും. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ രണ്ടാമത് ഒരുക്കൂട്ടിയിട്ടാണ് നമ്മളെ മസ്കത്ത് കമ്മിറ്റി ഇങ്ങനെ ആയത്. എന്നെക്കാട്ടി അറിയുന്ന മോമാലിക്ക് TVC ഒക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെയാണ് ഉണ്ടായത്. അപ്പൊ എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു മഹത്തുക്കളുടെ കൈ ഉണ്ടാവും ഇതിനുള്ളിൽ. തങ്ങന്മാരായാലും പണ്ഡിത മഹത്തുക്കളായാലും പിന്നെ ഉമറാക്കള് ഒന്നുമല്ല, പക്ഷെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഉമറാക്കളെ അങ്ങനത്തെ ആളുകളോടൊക്കെ കൈകൊണ്ടാണ് അൽഹംദുലില്ലാ നമ്മളിത് ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൽ ഇപ്പോൾ തന്നെ നായകത്വം ഇരിക്കുന്ന ബഹുമാനപ്പെട്ട KH അലിക്കുട്ടിക്കാരുടെ മകൻ KH റഷീദ്, നമ്മളെ ലക്കി മാമുണിക്കാരുടെ മകൻ ലക്കി അഷറഫ്, ഈ അഷറഫ് ട്രഷറർ, ഇങ്ങനത്തെ ഒരു സമിതിയാണ് ഇപ്പോൾ അത് നടക്കുന്നത്. നമുക്കറിയാം, നമ്മൾ നാട്ടിൽ ഉണ്ടാക്കിയ വാങ്ങിയ ആ ട്രസ്റ്റിന്റെ ചെയർമാനാണ് TVC അബൂബക്കർ. ആ ട്രസ്റ്റിൽ നിന്നാണ് നമ്മൾ 48 സെന്റ് സ്ഥലം ഈ ഹോസ്പിറ്റലിന് കൊടുത്തത്. അൽഹംദുലില്ലാ നമ്മുടെ കയ്യിലുള്ള ആ സ്ഥലമുണ്ട്. ഇപ്പോൾ നമ്മളതിന്റെ മേലെ കെട്ടികളൊക്കെ എടുത്ത് നാട്ടിൽ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹംസ സഖാഫി ഉസ്താദ് പല വിദേശത്ത് പോയിട്ടുണ്ടെങ്കിലും ഒമാനിൽ നിന്നപ്പോൾ നമ്മളെ മെമ്പറായപ്പോൾ നമ്മളെ അവസ്ഥകൾ പറയത്തക്ക കാര്യമായ കച്ചവടമൊന്നും ചെയ്യാതെ കടല വെക്കുകയും കെഫ്റ്റീരിയൽ പണിയെടുക്കുന്ന ആളുകളൊക്കെ കൂടിയിട്ട് ഉണ്ടായത്. ഞാൻ അതിൻ്റെ ഉള്ളിൽ ഉമ്മമാരൊക്കെ ഉണ്ട്, അവരൊക്കെ കേൾക്കാൻ വേണ്ടി പറയാം. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഈ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ പല കാര്യം ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഏകദേശം 45-50 ആളുകൾക്ക് നമ്മളൊരു ചെറിയ സംഖ്യ വിധവ പെൻഷനായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ എല്ലാ കൊല്ലത്തിൽ റമദാനിൽ അവരുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊരു നല്ല കിറ്റ് തന്നെ, സത്യത്തിൽ നമ്മളോട് മസ്കത്ത് കമ്മിറ്റി പറഞ്ഞാൽ ഇവിടെയുള്ള ഞങ്ങൾക്ക് ഏതെങ്കിലും കടയിലൊക്കെ പോയി ഓർഡർ ചെയ്താൽ മതി. ഞങ്ങളതിന്റെ കമ്പനിക്കൊക്കെ വിളിച്ച് ഏറ്റവും ചുരുങ്ങിയ വിലക്ക് കിട്ടിയ അത്രയും കയ്യിലൊരു 100 റുപ്യന്റെ 150 റുപ്യന്റെ സാധനം കൂടി ഒരു കൂടുതലുണ്ടാവും. അതിനുവേണ്ടി നമ്മൾ അതിലേക്ക് തയ്യാറാക്കി ആയിട്ട് ഇപ്പോൾ 1000 റുപ്യ നമുക്ക് മുതൽ വരുന്ന, പുറത്താണെങ്കിൽ 1150 1200 വരുന്ന വില വരുന്ന ഒരു കിറ്റ് നമ്മളെ ഈ പ്രവർത്തകന്മാർ 4-5 ദിവസമായി അശ്നാന്ത പരിശ്രമമായിട്ട് ത്രാവ്യ കയ്യ പത്രക്ക അതിലിരുന്ന് വന്നാൽ ഞങ്ങൾ 2:30-3 മണി വരെ ഇന്നലെ വരെ ഇരുന്നിട്ട് 500 ആൾക്കുള്ള PR കണക്കുള്ള ആൾക്കാർ എന്തായാലും ഇവരൊക്കെ വന്ന് നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അൽഹംദുലില്ലാ. അപ്പൊ അതിന്റെ ഒരു ഉദ്ഘാടന കർമ്മം നമ്മളിവിടെ നിർവഹിക്കുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ ട്രസ്റ്റ് ചെയർമാൻ TVC അബൂബക്കർ. അതേപോലെ ഇവിടുത്തെ 3 കാര്യങ്ങൾ ഉദ്ഘാടനമായിട്ട് നമുക്കൊരു കാര്യവരണം, ഏറ്റവും അവസാനം നമുക്ക് പ്രത്യേകമായിട്ട് ദ്വായണം. എനിക്ക് പറയാനുള്ളത്, മസ്കത്ത് കമ്മിറ്റിയുടെ ആദ്യകാല വഴി കാണിച്ച ലക്കി മാമുണിക്ക, പ്രസ് മോമോട്ടിക്ക, അതേമാതിരി നമ്മുടെ ജബ്ബാറിന്റെ ഒപ്പം കുഞ്ഞുമോനിക്ക, ടേപ്പ് കുഞ്ഞുമോനിക്ക. ഇപ്പോ ഇന്റെ ജ്യേഷ്ഠത്തിലെ മകന് കുറച്ചു കാലം മസ്കത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാവരും നല്ല ബന്ധം നാസി നാളെ മരിച്ച ദിവസം റമദാൻ 8-നാണ് ആക്സിഡന്റ് ആയിട്ട് മരണപ്പെട്ടത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് അറിയാത്തതായ ആൾക്കാർ
മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കൊക്കെ ഈ നമ്മൾ ചെയ്യുന്ന ഖൈറിന്റെ ഭാഗമായിട്ട് ദുആ എല്ലാവരും ഉൾപ്പെടുത്തണം. പിന്നുള്ളത് എന്താ, ഇതിൽ ചാടി കളിച്ച് നിൽക്കേണ്ട ആളാണ് ജലീലാജി, TVC ആലിക്ക. പിന്നെ നമ്മളെ മുമ്പിൽ ഇപ്പോൾ അൽഹംദുലില്ലാഹ് നമുക്ക് നേതൃത്വം കൊടുത്ത് TVC അബൂബക്കറാജി ഉണ്ട്. ചെറിയ കാര്യം തന്നെ ഡയാലിസിസ് എന്ന് പറഞ്ഞത് 168 മണിക്കൂർ. ഇത്രയും ഡോക്ടർ എന്നോട് പറഞ്ഞേ 168 മണിക്കൂർ ശരീരത്തിലെ കിഡ്നി വർക്ക് ചെയ്യുന്നതിന് പകരം 12 മണിക്കൂർ ഞങ്ങൾ കൊടുക്കുന്ന ആ മെഷീനാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് 3 ലിറ്റർ വെള്ളം നിങ്ങളോട് കുടിക്കാൻ പറയും. മൂപ്പരോട് പറഞ്ഞത് 1 ലിറ്റർ വെള്ളം എല്ലാം കൂടി കുടിക്കാം. അപ്പൊ അല്ലാഹു തആല ആരോഗ്യത്തോടുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. നമുക്കൊക്കെ നേതൃത്വം കൊടുക്കാൻ മുന്നിൽ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിന്റെ കാര്യങ്ങൾക്ക് TVC അബൂബക്കർ അധ്യക്ഷാനത്തിൽ ക്ഷണിച്ച് ഉദ്ഘാടനമായിട്ടും കാര്യവിവരമായിട്ടും ദുആ അവസാനം ഉസ്താദ് ദുആ ചെയ്യും. ഇവർക്കൊക്കെ വേണ്ടി ദുആക്കണം. ഞങ്ങൾ ആളുകളൊക്കെ ഇതിനു വേണ്ടിയിട്ട് ഓടിപ്പായുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ആദ്യകാലത്തുള്ള ആളുകൾ തന്നൊരു ധൈര്യത്തിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കോമാലിക്കൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഇതായി നടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാനൊക്കെ ഒരു 92 മുതലേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഇതിനു വേണ്ടി സഹായിച്ചവരെ പറ്റി പറയുമ്പോൾ അത് വലിയ കാര്യമാണ്. മസ്കത്ത് കമ്മിറ്റിയിലുള്ള മെമ്പർമാരെ കൂടാതെ ഓരോ മെമ്പർമാർക്കും പരിചയമുള്ള സുഹൃത്തുക്കൾ, അവർ തലശ്ശേരിക്കാർ, കണ്ണൂർക്കാർ, മറ്റു കാസർഗോഡൂര്, അവരോടൊക്കെ 5 കിറ്റ് കൊണ്ടാ 4 കിറ്റ് കൊണ്ടാ. അങ്ങനെയാണ് നമുക്ക് 200 ചില്ലറ കിറ്റുകൾ, ഒരു 1020, നമുക്ക് പറയാലോ 200 ചില്ലറ കിറ്റിന് 2 ലക്ഷത്തിന് മേലെ വേണ്ടേ. അപ്പോൾ നമ്മളെ മെമ്പർമാരെ കൊണ്ട് പറ്റുന്നത് അൽഹംദുലില്ലാഹ് സന്തോഷം തോന്നുന്ന കാര്യം, നാട്ടിൽ ലീവിന് വന്ന് നിൽക്കുന്ന മെമ്പർമാർ ഒരു ഭാഗത്തായിരുന്നതാണ് ഒരു കിറ്റും 2 കിറ്റൊക്കെ കൊടുത്തിട്ട്. അപ്പൊ നമ്മളെ കമ്മിറ്റിയിൽപ്പെട്ട ആളുകൾ, അന്യ നാട്ടിലുള്ള ആളുകൾ, അവർക്കൊക്കെ വേണ്ടി ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. ബഹുമാനപ്പെട്ട ഖാദർ ഉസ്താദ് ഞങ്ങളുടെ മദർ പള്ളിക്കലത്തെ ഇമാമാണ്, അദ്ദേഹം ഇവിടെ ഉണ്ട്. നമ്മുടെ ആദ്യം കിറ്റ് ബഹുമാനപ്പെട്ട നമ്മുടെ ഖാദി, ഞങ്ങളുടെ മെമ്പറും കൂടി ആയ ആദ്യം മൂപ്പർക്ക് ഒരു കിറ്റ് കൊടുത്തിട്ട് ഉദ്ഘാടനമാണ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇതുപോലെ സദസ്സിലൊക്കെ പങ്കെടുക്കുന്നതാണ് എന്നും ഞങ്ങൾക്ക് കുറച്ച് രസീഹത്തൊക്കെ ഉണ്ടാവും. ഇത്തരം ആളുകൾക്ക്, പ്രവാസികൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന് അദ്ദേഹത്തിന് നമ്മളെ കാര്യം ഉണർത്തിക്കൊണ്ട് ഈ വന്ന മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് മസ്കത്ത് കമ്മിറ്റിയുടെ ഒരു പഴയകാല പ്രവർത്തനങ്ങളിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് എല്ലാവരും സ്വാഗതം ചെയ്തത്. ബഹുമാനപ്പെട്ട ബഷീർ ഉസ്താദ് കമ്മിറ്റിയുടെ കുറച്ചു കാലത്ത് റിസീവറായിരുന്നു, അതേപോലെ മെമ്പറായിരുന്നു. അങ്ങനെ മസ്കത്തുമായി PRK എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. മുമ്പ് ചെയ്തു വെച്ച ആൾക്കാർ ചെയ്ത ആ വഴിയിൽ കൂടി നമ്മൾ പോവുക. അതുകൊണ്ട് അതിനൊക്കെ പ്രതിഫലം മരണപ്പെട്ടു പോയവർക്ക് കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട TVC അബൂബക്കറിയെ അധ്യക്ഷാനത്തിൽ ക്ഷണിച്ചു നിർത്തുന്നു. അൽഹംദുലില്ലാഹി അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട സക്കാഫി ഉസ്താദ് മുഹമ്മദ് അലി കിറ്റ് വിതരണത്തിന് വേണ്ടി വന്നിട്ടുള്ള എല്ലാ സഹോദരന്മാർക്കും എല്ലാ കാര്യങ്ങളും ചുരുങ്ങിയ നിലയ്ക്ക് അബ്ദുൽ സമദ് സാഹിബ് ഇവിടെ വിവരിക്കുകയുണ്ടായി. നമ്മളൊക്കെ ഇപ്പോൾ മസ്കത്ത് വിട്ടിട്ട് ഇപ്പോൾ നാട്ടിൽ തന്നെ 6 കൊല്ലമായിട്ട് നാട്ടിലാണ്. അതിലേക്ക് ഡയാലിസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണം. എന്തായാലും ആരോഗ്യത്തോടുകൂടി ദീർഘായുസ്സോടുകൂടി ജീവിക്കുവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് കൂടുതൽ നീട്ടിയിട്ടൊന്നും പറയുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ലക്ഷ്യവിവരങ്ങളൊക്കെ സമീസായും പറഞ്ഞതുകൊണ്ട് ഇനിയൊന്നും അതിൻ്റെ അപ്പുറത്തേക്ക് പറയാനില്ല. ആദ്യ കാലഘട്ടത്തിൽ മസ്കറ്റിലുള്ളപ്പോൾ വണ്ടിയുള്ളവർ 2 ആളുണ്ടായിരുന്നു. ഒന്ന് ജലീലാജി, ഒന്ന് സുഹാദ് മുഹമ്മദ് അലി. അങ്ങനെ അവരെ 2 ആളെയും കുടിച്ചിട്ടാണ് ഞങ്ങൾ പലയിടത്തും പിരിവിനും കാര്യങ്ങൾക്കൊക്കെ പോലെ അന്നത്തെ കാലത്ത്. പിന്നെ മറ്റു പലർക്കും വണ്ടികളായി, കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ്. ഏതായാലും ശരി, ഇത് ഇന്ന് 1992 രൂപീകരിച്ച കമ്മിറ്റി, 2ാമത് രൂപീകരിച്ച കമ്മിറ്റി ഇതുവരെയും യാതൊരു കോട്ടവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. അള്ളാഹു മരണം വരെയും അത് എത്തിച്ചേരുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ നാട്ടിലും പലതും ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ച് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് കൊല്ലം ചെയ്യുന്ന ക്രിയയാണ് ഈ കിറ്റ് വിതരണം, പിന്നെ വിധവാ പെൻഷൻ കൊടുക്കൽ എല്ലാം കൂടിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു വീഴ്ചയും വരുത്താതെ ഖിയാമം വരെ നിലനിർത്താൻ അള്ളാഹു ഈ കമ്മിറ്റിക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ കൂടുതലൊന്നും പറയുന്നില്ല. ഈ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഹംസ സക്കാഫി അവരുകളെ ക്ഷണിച്ചു കൊള്ളുന്ന ആളുകളോട്.
ഈ മഹത്തായ വേദിയുടെ അധ്യക്ഷൻ അബൂബക്കർ ഹാജി, സമർക്ക മോമാലിക്ക, ഖാദർ ഉസ്താദ്, ബഷീർ ഉസ്താദ്, ഹംസ ഉസ്താദ്, മറ്റു എൻ്റെ നല്ലവരായ നാട്ടുകാരെ, അള്ളാഹു സഹോദരിമാരെ, നമ്മുടെ ഈ സംരംഭം അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെയൊക്കെ മുഖങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ ഈ പ്രവർത്തനങ്ങളുടെ പിന്നിൽ കാണാത്ത ഒരുപാട് മുഖങ്ങളുണ്ട്. പല മുഖങ്ങളും മണ്ണിനടിയിലാണ്. റഹ്മാനായ തമ്പുരാൻ അവരിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇതിൻ്റെയൊക്കെ പ്രതിഫലം അവരുടെ അക്കൗണ്ടിലേക്ക് അത് എത്തിച്ചു കൊടുക്കുന്നതാണ് എന്നാദ്യമായി ദുആ ചെയ്യുകയാണ്. പലരും നമ്മുടെ സദസ്സിൽ എത്തിപ്പെടാൻ കഴിയാതെ ജലീൽ ഹാജിയെ പോലെ രോഗശയ്യയിൽ കിടക്കുന്നവരുണ്ട്. റഹ്മാനായ തമ്പുരാനെ നീ ശിഫ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആഫിയത്ത് നൽകണം തമ്പുരാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ, ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ് നൽകണം തമ്പുരാനെ. പ്രിയമുള്ളവരെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. വിഷയങ്ങളൊക്കെ സമർ സാഹിബ് നിങ്ങളോട് വിശദീകരിച്ചു, അധ്യക്ഷൻ പങ്കുവച്ചു. ഇനി അവരെക്കാൾ കൂടുതലായി പറയാൻ എനിക്കറിയില്ല, അത് നിങ്ങൾക്കറിയാലോ. കാരണം ഇത് സംബന്ധമായി എന്നേക്കാളൊക്കെ കൂടുതൽ പരിചയസമ്പന്നരും അനുഭവസ്ഥരും അവർ രണ്ടുപേരും പങ്കുവച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഇടക്കാലത്ത് വെച്ച് ഒരു 90-കൾക്ക് ശേഷം തന്നെ 95 കാലഘട്ടങ്ങളിൽ മസ്കത്ത് കമ്മിറ്റിയുടെ പരിപാടികളിൽ എൻ്റെ ഓർമ്മ ശരിയാവാൻ സാധ്യതയുണ്ട്, സഹകരിക്കാറുണ്ട്. അന്നൊക്കെ ആദ്യം ജോലിയൊന്നും ആയിട്ടില്ല, എന്നാലും ശരി, നാട്ടിലെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അന്നേ ഈ പ്രസ്ഥാനവുമായി ഞാൻ സഹകരിക്കാറുണ്ട്. പല ആവശ്യങ്ങൾക്ക് വേണ്ടി കത്ത് എഴുതിയിട്ടുമുണ്ട്. അതൊക്കെ വളരെ മാന്യവും വളരെ ഹൈറുമായ നിലയ്ക്ക് പരിഗണിച്ചിട്ടുണ്ട്, പരിഗണിക്കാൻ പറ്റുന്നതൊക്കെ. അല്ലാഹു തആല അതൊക്കെ സ്വീകരിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വാക്ക്, ഖൈറുൻ നാസി അൻഫഉഹും ലിന്നാസ്. ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹൈറായവർ. ഇത് പല സന്ദർഭങ്ങളിലും റസൂലുള്ളാഹി പ്രയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ സാന്ദർഭികമാണ്, ഓരോ സന്ദർഭത്തിനനുസരിച്ചാണ്. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും ഹൈറായ അമൽ ഏതാണ് എന്ന് ഒരിക്കൽ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവ്വൽ വഖ്തിൽ നിസ്കരിക്കലാണ്. അവ്വൽ വഖ്തിൽ പങ്കെടുത്ത ഉടനെ തന്നെ നടക്കുന്ന നിസ്കാരമുണ്ട്, അതിൽ പങ്കെടുക്കലാണ്. അതാണ് ഏറ്റവും അഫ്ളലായ കാര്യം. മറ്റൊരു സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട് ജിഹാദ് ചെയ്യലാണ്. അപ്പോൾ ആ സന്ദർഭത്തിനനുസരിച്ച് അങ്ങനെയാണ് പറഞ്ഞത്. മറ്റൊരു സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് ഇത്ആമുത്താം, ഭക്ഷണം പാകം ചെയ്ത് വിതരണം ചെയ്യാം. ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊടുക്കുക, അത് നല്ല പുണ്യമാണ്. ഇറ്റ് കൊടുത്തൊരു പുണ്യമുണ്ട്. പക്ഷേ ഭക്ഷണമാക്കിയിട്ട് കൊടുക്കുന്നതിന് വളരെ പ്രത്യേകത. അതിപ്പോൾ പ്രായോഗികമല്ല. റംസാനിന് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നരസി കൊടുത്തേച്ച് കൊടുത്താലുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. അപ്പോൾ ഓരോ സന്ദർഭത്തിനനുസരിച്ചാണ് എന്നതുപോലെ ഒരിക്കൽ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറുൻ നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമർ അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ്. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവർ ഒരുപാട് ആൾക്കാരെ പെട്ടിട്ടുണ്ട് അല്ലേ? നമ്മളൊക്കെ പരിപ്പെടുന്നുണ്ട്. കാരണം ഇതൊരു ഉപകാര പ്രവർത്തനമായതുകൊണ്ട് ഇതിൽ നമ്മൾ സഹകരിക്കുന്നുണ്ട്. ഞാൻ ഇത് വന്നിട്ട് വേറെ പോകും, ഇത്രേ ഉള്ളൂ, ഇതിൻ്റെ സഹകരണം അത്രേ ഉള്ളൂ. പക്ഷേ അതിനും അള്ളാഹ് കൂലി തരാൻ ഉദ്ദേശിച്ചാൽ നമ്മൾ നിശാരപ്പെടുത്തേണ്ടതാണ്. അപ്പൊ ആ നിരക്കുള്ള എല്ലാ കൂലിയും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ഇവിടെ പറയപ്പെട്ട ലക്കി മുഹമ്മദ് അടക്കം എല്ലാവരും മരിച്ചുപോയ കുഞ്ഞോൻക, ജബ്ബാറിൻ്റെ അപ്പ തുടങ്ങിയ ഒരുപാട് വ്യക്തികൾ, അതുപോലെ ഇതിൻ്റെ ഒരു കാലഘട്ടത്തിലെ ജീവനാടിയായിരുന്ന കുഞ്ഞുമോൻക, എൻ്റെ ചേട്ടൻ കളക്ടർ കുഞ്ഞുമോൻക, അതുപോലെ പലരും. ഇനി പേരെടുത്ത് പറയാൻ ഒരു പക്ഷേ ഞാൻ അശക്തനാണ്. നമുക്കറിയാലോ, ഇനി നമ്മളറിയാത്ത അള്ളാഹുവിനറിയാം. ഇതിനോട് സഹകരിച്ച ഒരുപാട്. ഞാൻ പറഞ്ഞല്ലോ,
കുഞ്ഞോൻകൈയും അതുപോലെ സമദുക്കയും ഹംസക്കാക്കും അബൂബക്കർക്കും മൊമാലിക്കൊക്കെ മുഖങ്ങളാണ് അല്ലേ. നമുക്കൊന്നും അതിന് മാത്രം റോള് ഒരു പക്ഷേ ഇതിലുണ്ടാവില്ല. പക്ഷേ ഇതിനു വേണ്ടി നമ്മേക്കാൾ വഹിച്ച ഒരുപാട് ആൾക്കാരുണ്ടോ അല്ലേ. നമ്മൾ കയ്യാട്ടി ചെല്ലുമ്പോൾ അത് തരുന്നവരുണ്ടല്ലോ. വീട്ടിൽ നിന്ന് കത്ത് വന്ന് 100 പ്രശ്നങ്ങളായിട്ടിരിക്കുന്നവരാവും. പെങ്ങളെ കെട്ടിക്കാനും മോളെ കെട്ടിക്കാനും അതുപോലെ 100 പ്രശ്നങ്ങളുള്ള ആൾക്കാരെ അടുത്തേക്കാണ് നമ്മൾ ഈ ചെല്ലുന്നത്. പക്ഷേ ആ സമയത്ത് ഇറങ്ങിയിട്ട് എന്ന് പറയാതെ ഇരിക്കുമെന്ന് പറഞ്ഞ് ഒരു മാന്യത നമ്മുടെ ഇസ്ലാം അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ ഒരു സഹവർത്തിത്വം അവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിലും വലുതൊന്നുമില്ല. നമ്മുടെ പ്രവർത്തനമൊന്നും ഒന്നുമല്ല. കാരണം അവരുടെ പ്രശ്നം നമുക്കറിയില്ല അല്ലേ. 100 പ്രശ്നങ്ങളെ കൊണ്ട് പൊരിയുന്ന ഇടയിലാണ് കാരണം നമ്മൾ ചെല്ലുന്നത്. ആ സമയത്ത് ഇരിക്കിട്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വലുതാണ്, ചെറുതൊന്നല്ല. പ്രത്യേകിച്ച് ഗൾഫുകാരനെ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സ്വീകരിക്കട്ടെ. അവർ ഇത് തുടങ്ങിയത് മുതൽ ഇന്ന് ഈ സെക്കൻഡ് വരെ സഹകരിച്ചവർക്ക് പഠിച്ചോനെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം തമ്പുരാനെ. മരിച്ചവർക്ക് നീ സ്വർഗം നൽകണം റഹ്മാനെ. ജീവിതത്തിൽ വല്ലതൊക്കെ വന്നു പോയെങ്കിൽ ഇതിന്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് അവർക്കും ഞങ്ങൾക്കും അഫ്വ് നൽകി സ്വർഗം നൽകണം തമ്പുരാനെ. റഷീദിന്റെ ഉപ്പ അടുത്ത് മരിച്ചു. വേറൊക്കെ പ്രത്യേകം പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിന്റെ പ്രസിഡന്റ് സ്ഥാനം അല്ലേ വഹിക്കുന്ന റഷീദാണ് എൻ്റെ അനുജനം. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. 30 കൊല്ലമായി സീബിൽ ഒരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ഇന്ന് വീട് മാറുകയാണ്. ഇന്ന് വീട് മാറി ബർക്കയിലേക്ക് പോകണം. സീബിന്ന് പോയി ബറക്കയിലേക്കാണ് പോകുന്നത്. അള്ള ബറക്കത്ത് ചെയ്യണം. ബറക്കയാണ് അവിടെ ബറക്കത്ത് അള്ളാഹു ചെയ്തു കൊടുക്കുമാറാകട്ടെ. തുറക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ ജലീൽ ഹാജിക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസും റാഹത്തും നൽകട്ടെ. മോമാലിക്കാട് ഉമ്മ മരിച്ച 2ാമത്തെ ആണ്ടാണെന്ന് ഐസൂടിക്ക ഇവിടെ പറഞ്ഞില്ല. ഓർമ്മ നമ്മുടെ നാട്ടിലെ ഇസ്ലാമിക പ്രവർത്തനങ്ങളുടെ വലിയൊരു ചലനായിരുന്നു എന്ന് പറഞ്ഞാൽ വലിയ ആലിമാന്നോ വലിയ ഓടിപ്പാഞ്ഞുന്ന ആളാണെന്നൊന്നും ഞാൻ പറയണില്ലെങ്കിലും ശരി, എൻ്റെയൊക്കെ കൊച്ചു കാലം നമുക്ക് പറഞ്ഞതുപോലെ ഞങ്ങളൊക്കെ കൊച്ചു കാലഘട്ടത്തിൽ എല്ലാത്തിലും മുമ്പന്തിയിലുണ്ടായിരുന്ന ആളാണ്. എല്ലാത്തിലും എത്രത്തോളം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോയാൽ കുത്തുബ വന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് എന്ന് കേട്ടാൽ ഉടനെ എന്ന് ഒച്ചത്തിൽ പറഞ്ഞു വരുന്ന ഒരാളാണ്. അത് വലിയ ക്വാളിറ്റിയാണ്. നമുക്ക് ഭക്ഷണമാണെങ്കിലും ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകും. അത് തള്ളി അങ്ങനെ തന്നെ, അതിന് പറ്റിയൊരു തള്ളയായിരുന്നു അവരുടെ ഉമ്മയും അങ്ങനെ തന്നെയായിരുന്നു. അവരൊന്നും ഓർക്കാതിരിക്കാൻ കഴിയില്ല. അള്ളാഹു 2 പേർക്കും ഒരുമിക്കാനും സ്വർഗീയമായ അനുഭൂതികൾ പങ്കിടാനും പഠിച്ചോനെ നീ തൗഫീഖ് ചെയ്യണം തമ്പുരാനെ. അതുപോലെ ഞങ്ങളൊക്കെ അമ്മമാരും ഉപ്പമാരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. അവർക്കൊക്കെ നീ ഖൈറും റാഹത്തും നൽകണം തമ്പുരാൻ. അപ്പൊ നമ്മൾ ഇത് തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് സഹകരണങ്ങൾ നമ്മുടെ നാട്ടുകാർക്കും പുറത്തുള്ളവർക്കും ഇതുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. വിവാഹം പരിപാടികൾക്ക് ആദ്യമായുള്ള കാലങ്ങളിലൊക്കെ ഞാൻ തന്നെ ഒരുപാട് കത്തുകൾ അയച്ചിട്ടുണ്ട്. അതിന് വളരെ പ്രതിസന്ധിയും പ്രയാസമുള്ള ഒരു കാര്യത്തിൽ അന്നത്തെ വലിയൊരു സംഖ്യ ഇപ്പോഴും ഞാൻ ഓർക്കണം, വലിയൊരു സംഖ്യ തന്നുകൊണ്ട് ആ വിഷയം നിറവേറ്റാൻ വേണ്ടി സഹകരിച്ചിട്ടുണ്ട് മസ്കത്തുണ്ട്. അല്ലാഹു തൗഫീഖ് അവർക്ക് ഖൈറിന് തൗഫീഖ് ചെയ്യട്ടെ. പഠിച്ചോനെ അവരുടെയും ഞങ്ങളുടെയും മക്കളുടെ കാര്യത്തിൽ നീ ഒരിക്കലും പരാജയം നൽകല്ല തമ്പുരാനെ. ഞങ്ങളുടെ പരമ്പര നിലനിൽക്കുന്ന കാലത്തോളം പരാജയം നൽകല്ല തമ്പുരാനെ. അതുപോലെ തന്നെ ആരുക്ക സുഖമില്ലാണ്ട് ഇരിക്കുകയാണ് അല്ലേ. കുറച്ച് കാലമായി കണ്ടിട്ട് മറ്റേ അങ്ങാടിയിൽ ഇങ്ങനെ വല്ല നടക്കുന്നതാണ്. പഠിച്ചോനെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം തമ്പുരാനെ. കഷ്ടപ്പെടുത്തല്ല തമ്പുരാനെ. അതുപോലെ പലരുണ്ട്, പേര് മറന്നവർ പലരുണ്ട്. ഞങ്ങൾക്ക് അറിയില്ലെങ്കിലും പഠിച്ചവർക്കറിയാം. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഞങ്ങളുടെ നാട്ടിലുള്ള രോഗികൾക്കൊക്കെ നീ ഇതിന്റെ വർക്കത്തുകൊണ്ട് ഷിഫ നൽകണം തമ്പുരാനെ. പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വിവാഹ കാര്യങ്ങൾ. പിന്നെ അത് ഒരു പ്രയാസം പ്രശ്നമായി പല തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് അത്തരം പരിപാടികൾ നിർത്തിയിട്ട് മറ്റു പല കാര്യങ്ങളിലേക്ക്. എന്നാൽ വിവാഹത്തിന് സഹായങ്ങളുണ്ട്, എന്നാൽ പിന്നെ കത്തുകൾ ചെല്ലുന്നിട്ട് അതിന് ഒരു കല്യാണം അല്ലേ ആ ഒരു പരിപാടി ചില വിഷമങ്ങളായിരുന്നു, സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നു അന്ന് കുഞ്ഞാൻകായ്പരൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. അത് മാറ്റി മറ്റു പല നൽകും. ഇപ്പോൾ കുറേ ആൾക്കാർക്ക് എത്ര 55 പെൻഷൻ കൊടുക്കുന്നുണ്ട്, വിധവാ പെൻഷൻ. റസൂലുള്ളാഹി തങ്ങൾ വളരെ ചേർത്ത് നിർത്തിയ ഒരു വിഭാഗമാണ് വിധവകൾ, ഭർത്താവ് മരിച്ചുപോയ സ്ത്രീകൾ. അത് വലിയൊരു അവസ്ഥയാണ്. അല്ലാഹു അവരുടെ മനസ്സിന് സമാധാനം നൽകട്ടെ, ക്ഷമ നൽകട്ടെ,
ഖൈറ് അള്ളാഹു അവർക്ക് നൽകട്ടെ. അവരുടെ അത്താനി ഭർത്താക്കന്മാരാണല്ലോ, അവർ നഷ്ടപ്പെട്ടാലുള്ള ഒരു പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി അവരെ ചേർത്ത് പിടിച്ചിരുന്നു. സിമാരുൽ യതാമ ഇസ്മത്തുൽ ലിൽആമിലി. സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസിന്റെ ഇടയിൽ വന്ന ഒരു കവിതയാണ് റസൂലുള്ളാഹിനെ പറ്റിയുള്ള മദ്ഹ്. ഒരുപാട് മദ്ഹുകൾ പറഞ്ഞിട്ട് പിന്നെ പറയാണ് സിമാരുൽ യതാമ, ഐത്താമുകൾക്ക്, അനാഥർക്ക്, വാപ്പിയില്ലാത്ത പ്രായപൂർത്തിയെത്താത്ത കുട്ടികളുണ്ടല്ലോ, അവർക്ക് നബി തങ്ങൾ തുണയായിരുന്നു എന്ന് പറഞ്ഞ് ഒരു വിശേഷണം പറഞ്ഞിട്ട് പറയുന്നത് സിമാലുൽ യതാമ ഇസ്മത്തുൽ ലിൽ അറാമിലി. അറാമില് എന്ന് പറഞ്ഞാൽ വിധവകളാണ്. വിധവകൾക്ക് അത്താണിയായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി. അതെങ്ങനെയൊക്കെ കഴിയുക, അങ്ങനൊക്കെ ഹലാലായ ഏതൊക്കെ മാർഗത്തിൽ അവർക്കൊരു സാന്ത്വനം നൽകാൻ കഴിയും അതൊക്കെ. ചിലരെ കെട്ടേണ്ടി വരികയാണ്, ചിലര് അങ്ങനെയാണ് 12 ആയത്. പൂജകൊണ്ടല്ല, മറിച്ച് ഏറ്റെടുക്കായിരുന്നു. എൻ്റെ ഭർത്താവ് മരിച്ചു, ഉപ്പ മരിച്ചു, യുദ്ധത്തിൽ മരിച്ചു, നബിയെ അവരെ പരിതസ്ഥിതിയും സമയവും ചുറ്റുപാടും നോക്കിയപ്പോ ഇവരെ വെറുതെ വിടാൻ പറ്റില്ല, അവർക്കൊരു നല്ല തുണ ഹൈറായ തുണ ഞാൻ തന്നെ ആവും എന്ന് തീരുമാനിച്ചിട്ട് സഫിയ ബീവി പോലത്തെ പലർക്കും തുണയായിട്ടുണ്ട് നബി. അങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ട്. സൗന്ദര്യം കണ്ടിട്ടോ മറ്റൊന്നല്ല, യുക്തിവാദികളും നിരീശ്വരവാദികളും നിർമ്മതവാദികളും പടച്ചുവിടുന്ന അല്ല, അങ്ങനെയല്ല സത്യം, മറിച്ച് ഏറ്റെടുക്കുകയാണ്. അവിടെ ഞാൻ അവർക്ക് കൊടുക്കേണ്ടത് കിറ്റല്ല, മറിച്ച് ഒരു ഭർത്താവിനെയാണ്. ആ ഭർത്താവ് ഞാനാണ്. അങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ട് റസൂലുള്ളാഹി. ആ നിലക്ക് വിധവകളുടെ കാര്യത്തിൽ വളരെ അധികം സഹകരിച്ചിരുന്ന ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് നമ്മൾ ഭക്ഷണമായാലും മറ്റ് എന്ത് കാര്യങ്ങളായാലും മറ്റ് എന്ത് വിഷയങ്ങളായാലും അവർക്ക് വേണ്ട സഹകരണങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കണം. അവരുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ ഉണ്ടാവണം. അത് മസ്കത്ത് കമ്മിറ്റി ഏറ്റെടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ 19 സ്ത്രീകൾക്ക് വർഷങ്ങളോളമായി അല്ലേ പിന്നെ വിധവാ പെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൻഷൻ കൊടുക്കുന്നു. അല്ലാഹു സ്വീകരിക്കട്ടെ. ആ ചിന്ത ഏത് മണ്ടയിലാണോ മുളച്ചത് അത് മുതൽ എല്ലാവർക്കും ഇന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ കരങ്ങൾ അവരുടെ എല്ലാവർക്കും അല്ലാഹു അതിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മറ്റു ഒരുപാട് നാട്ടുകൂടിനെ കൊടുത്തിരുന്ന എന്തൊക്കെ പരിപാടികളും മറ്റു പലതും ഉണ്ടായിരുന്നു അല്ലേ. ടൈലർ മെഷീൻ അതന്നെ പലതും ഞാൻ ഉദ്ഘാടനത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ റമദാൻ ഷരീഫിൽ കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും ഈ വർഷവും ഒക്കെ എന്താ കിറ്റുകൾ അല്ലേ 200 ചില്ലാൻ വീടുകൾക്ക് അതന്നെ ലക്ഷക്കണക്കിന് ഉറപ്പാവുമല്ലോ വീടുകൾക്ക് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നാം ചെയ്യുന്നത് വലിയൊരു ഉപകാരമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ വാക്കടിസ്ഥാനത്തിൽ നമ്മളാവും ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹൈറ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ കൊടുക്കുന്നവർ എല്ലാവരും ഉപകാരം ചെയ്യുന്നവരെല്ലാവരും ഏറ്റവും ഉപകാരം പല നിലക്കും ഉപകാരങ്ങൾ. ആ ഉപകാരങ്ങൾ ചെയ്യാനുള്ള മനസ്സും സൗകര്യവും ഒക്കെ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ചെയ്തു തരട്ടെ. അൽ-ഫാത്തിഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. تقبل الله. അസ്സലാമലൈക്കും. നമ്മുടെ സക്കാഫി ഉസ്താദ് പേര് പറഞ്ഞപ്പോഴാണ് മൂപ്പരെ ഓർക്കുക. മൂപ്പരെ ഞങ്ങൾ ഒരു ദിവസം പോലും പറയാതെ ഇരിക്കലില്ല. നമ്മളെ കുഞ്ഞോൻക്ക
കുഞ്ഞോൻക്കവിടെയും കൂടി ഇസ്ലാം സെൻ്ററിലും കുറേ കാലം മസ്കത്ത് കമ്മിറ്റിയുടെ ക്ലാസ് നടത്തിയിരുന്ന ആളാണ്. ഇവിടെ പല സ്ഥലത്തും സക്കാഫി ഉസ്താദ് തന്നെയാണ് ഉദ്ഘാടനം ചെയ്ത് ക്ലാസ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് മൂപ്പര് കിടുന്നതിന് ശേഷം ആലിക്ക കിടുന്നതിന് ശേഷം ഇപ്പോൾ ക്ലാസ് ഇല്ല. ആ സൈക്കിളിന് ബാറ്ററി വെച്ചിട്ട് കൊണ്ടുനടന്നിട്ട് എത്രയോ കാലം ശംസുൽ ഇസ്ലാം മദ്രസയിൽ ക്ലാസ് നടത്തിയിരുന്ന ആളാണ്. അതേമാതിരി തന്നെ കുഞ്ഞോനിക്ക് അങ്ങനെ തന്നെയായിരുന്നു. ഇവർക്ക് കുഞ്ഞോൻകാക്ക് അള്ളാഹു ആഹാരം വെളിവാക്കി കൊടുക്കട്ടെ, ആലുക്കാക്ക് അള്ളാഹു ആരോഗ്യത്തോടുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അങ്ങനെ പലരും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ അള്ളാഹു കൈകളും പക്കത്തും ചെയ്യട്ടെ. അവരുടെ പേര് പറഞ്ഞപ്പോഴാണ് കുഞ്ഞോൻക്കാട് പേര് ഓർമ്മ വന്നത്. സമൃദ്ധി എഴുതി കൊടുത്തപ്പോഴാണ് ആലിക്കാടി പേര് ഓർമ്മ വന്നത്. അള്ളാഹു എല്ലാവർക്കും നമ്മളിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും മരിച്ചു പോയപ്പോൾ അള്ളാഹു കൈകളും പക്കത്തും ചെയ്യട്ടെ. നാളെ സ്വർഗലോകത്തിൽ നമുക്ക് എല്ലാവർക്കും അവർക്ക് ഒരുമിച്ച് കൂടെ അള്ളാഹു തോൽപ്പിക്ക് ചെയ്യട്ടെ. മമ്മൂട്ടി മസ്കത്ത് കമ്മിറ്റി മെമ്പറായിരുന്നു. അവർക്കും അള്ളാഹു നാളെ പരലോകത്ത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അള്ളാഹു തോൽപ്പിക്കുകയൊക്കെ. പല നിലക്കും ഏത് കാര്യത്തിൽ ചെന്നാലും നമ്മളേക്ക് സഹകരിക്കാൻ വളരെ തയ്യാറുള്ളൊരു ആളായിരുന്നു മുഹമ്മദ് കുട്ടി. അള്ളാഹു ഖബറ് വിശാലമാക്കി കൊടുക്കട്ടെ. അങ്ങനെ പ്രവർത്തകർക്കൊക്കെ അള്ളാഹു ആരോഗ്യത്തോടുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. എല്ലാവരും കിടന്നു ഇറങ്ങുമ്പോൾ 3 മണിക്കൂർ 2.5 മണിക്കൂർ കൂടി ഇന്ന് പാക്ക് ചെയ്യുന്നു. അള്ളാഹു അതൊക്കെ സ്വീകരിക്കട്ടെ. നമുക്ക് ഏറ്റവും പ്രധാനമായി ഉണ്ടാവേണ്ടത് ഇഖ്ലാസ് നമുക്കൊക്കെ ഉണ്ടാവണം. വിചാരിച്ചിട്ട് പറയല്ല, അത് നഷ്ടപ്പെടുത്തി കളയിച്ച് നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളിതൊക്കെ ചെയ്യുന്ന അള്ളാഹു തന്നെ അനുഗ്രഹം കൊണ്ടും കാര്യം കൊണ്ടാണ്. അതില്ലെങ്കിൽ നമുക്ക് കഴിയില്ല. നമുക്കറിയാലോ ഇപ്പോൾ ജലീലാജിൻ്റെ അവസ്ഥ ഇതൊക്കെയല്ലേ. ഇതൊക്കെ നമുക്കും വരാലോ. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ, സലാമത്ത് നൽകട്ടെ. അപ്പോൾ അള്ളാഹു തആല നമുക്ക് തന്ന ആരോഗ്യം കഴിവൊക്കെ കൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എന്താ ഒരു ഇഖ്ലാസ് നമ്മുടെ മനസ്സിലുണ്ടാകും. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ റമദാനല്ലേ, ഞാൻ ഒരുപാട് പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ട് ഉമർ ഖത്താബിൻ്റെ ചരിത്രമാണ്. പലപ്പോഴും പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവിടുത്തെ മദദ് നമുക്ക് നൽകട്ടെ. മഹാനവറുകള് നാട്ടിൽ ഭരണം നടത്തുന്ന സമയത്ത് തന്നെ രാത്രി കാലങ്ങളിൽ ഞാൻ നടക്കുമായിരുന്നു. എന്നിട്ട് ജനങ്ങളുടെ പ്രജകളുടെ ക്ഷേമാശ്ചര്യങ്ങളും പ്രയാസങ്ങളൊക്കെ ചെന്ന് അന്വേഷിക്കും. അത് വലിയൊരു സംഭവം തന്നെ. അതുകൊണ്ടാണല്ലോ ഗാന്ധിജി പറഞ്ഞത് മൂപ്പര ഭരണം നമുക്ക് വേണമെന്ന്. എവിടെയോ ഗാന്ധിജിയുടെ ഏതോ ആത്മകഥയിലോ മറ്റോ അവരെ എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല ഉള്ളത് പറയാൻ. ഗാന്ധിജി അങ്ങനെ ആവശ്യപ്പെട്ടു, അങ്ങനെ ആഗ്രഹിച്ചു എന്ന് ഒരു വാക്ക് പലരും പ്രസംഗിക്കുന്നതും കേട്ടിട്ടുണ്ട്, പലരും എഴുതിയത് കുറിപ്പ് വായിക്കുന്നതും കേട്ടു. ഞാൻ കണ്ടിട്ടില്ല. അത് വെറുതെ അല്ല, അത്രയും മനോഹരമായ ഒരു ഭരണമായിരുന്നു. 10-20 കൊല്ലം ഇസ്ലാമിക റിപ്പബ്ലിക്, 20 ഇസ്ലാമിക് റിപ്പബ്ലിക്, 20 കൊല്ലല്ല, 20 ഇസ്ലാമിക് റിപ്പബ്ലിക്കുകൾ മരിക്കുന്ന സമയത്ത് മൂപ്പര് അമീറാണ്, ഭരണാധികാരിയാണ്. അപ്പോൾ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ വേഷം മാറിയിട്ട് മറ്റൊക്കെ നടക്കുമായിട്ട് ഒരു വീട്ടിൽ ചെറ്റക്കുടിയിൽ ഒരിക്കൽ ചെന്നപ്പോൾ ഒരു ഉമ്മ കടന്ന് ഞരങ്ങുന്നത് കേട്ടപ്പോൾ അടുത്ത് ചേർന്നു. ഉമ്മ എന്താണ്? അപ്പോൾ വിഷയങ്ങളൊക്കെ ഉമ്മ വൈകുന്ന മാതിരി പറഞ്ഞു. അപ്പോൾ ആരുമില്ല, നോക്കാനാരുമില്ല. അങ്ങനെ എത്രയോ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ വേണ്ടതൊക്കെ അന്ന് ചെയ്തു കൊടുത്തു. അങ്ങനെ അത് തുടർന്നു. ഒരു ദിവസം ചെന്നപ്പോൾ അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മറ്റാരോ ചെയ്തിട്ട് പോയിരുന്നു. അപ്പോൾ നമ്മൾ തമ്മിൽ വല്ലാത്ത നിരാശ. നമുക്കുണ്ടാകുന്ന അതല്ലല്ലോ അല്ലേ, നമ്മൾ ചെയ്യേണ്ട കാര്യം വേറെ ആൾക്കാർ ഏറ്റെടുത്ത് ചെയ്താൽ നമുക്ക് സന്തോഷമുണ്ടാവുക. എന്നാൽ നമ്മൾ കർത്താവിന് നിരാശയായി. കാരണം പുറത്തൊന്നും ഞാൻ ചെയ്യേണ്ട കാര്യമില്ല, അത് ആരെപ്പതിൽ അടിച്ച് എന്നുള്ള നിലക്ക് മുമ്പ് നിരാശപ്പെട്ടു. മടി ചോദിച്ചു, അതാരാ അങ്ങനെയൊക്കെ ചെയ്തു? മോനെ ഒരാൾ വന്നിട്ട് ചെയ്തൊന്നും നിങ്ങൾ ആരാന്നൊക്കെ അറിയില്ലോ. എന്നതുപോലെ തന്നെ ആ ചെയ്തെന്ന ആൾ ആരാന്നൊക്കെ തിരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് 2-3 ദിവസം തുടർന്നപ്പോൾ ഒളിച്ചു നിന്നു. നമ്മളൊരാളെ കുറ്റം കാണാനാണ് ഒളിച്ചു നിൽക്കല് അല്ലേ, കുറവ് പരതാനല്ലേ ഒളിച്ചു നിൽക്കല്. എന്നാൽ അതല്ല, ഈ ഗുണം ചെയ്യുന്ന ആളാരാണ് എന്നെനിക്ക് കണ്ടെത്തണം എന്ന് മനസ്സിലാക്കി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒളിച്ചു നിന്ന്
അപ്പോൾ നിലാവത്തതാ ഒരു 10-60 വയസ്സുള്ള ഒരു മനുഷ്യൻ, വയോവൃദ്ധൻ, താടി നരച്ചു തുടങ്ങിയ ഒരു വ്യക്തി ഇങ്ങനെ നടന്നു വരുന്നു. അദ്ദേഹം തലയിൽ ഒരു തോൽപാത്രം വെച്ചിട്ടുണ്ട്. ആ തോൽപാത്രത്തിൽ വെള്ളമാണെന്ന് മനസ്സിലായി. കാരണം നടത്തത്തിന്റെ ചാഞ്ചല്യത്തിൽ മൂപ്പര പ്രായത്തിന്റെ ഗതി അനുസരിച്ച് ഇങ്ങനെ ചാഞ്ചാടുമ്പോൾ വെള്ളം ഇങ്ങനെ തുള്ളി പുറത്തേക്ക് പോകുന്നുണ്ട്. കുറച്ച് നിലാവത്ത് മുഖം കണ്ടു. മാഷാ അല്ലാഹ്, ഖത്താബ് തരിച്ചുപോയി. ഖത്താബ് അന്ന് ഭരണാധികാരിയാണ്. എന്നാ മഹാനായ ഖത്താബ് ഭരണം നടത്തുന്ന കാലമല്ല, ഖത്താബിന്റെ മുമ്പുള്ള ഭരണം നടത്തുന്ന കാലം. അപ്പൊ ഭരണാധികാരിയാണ് ഈ വരുന്നത്. ഖത്താബ് പ്രജയാണ് അന്ന് ഭരണാധികാരി. അന്ന് ആരായിരിക്കും? സിദ്ദീഖുൽ അക്ബർ ഖത്താബിനേക്കാൾ പ്രായമുള്ള ആളാണ്. മൂപ്പര് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. തലയിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഈ വീട്ടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അതവിടെ ഇറക്കി വെച്ച്, എന്നിട്ട് മുറ്റത്തുള്ള ചവറുകളും മറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കി അവിടെ തുടങ്ങുകയാണ്. എന്നിട്ട് അകത്ത് കയറി അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു. പാത്രങ്ങളൊക്കെ മൂത്രിക്കുന്ന ഇതൊക്കെ പാത്രങ്ങളൊക്കെ വൃത്തിയാക്കി അതൊക്കെ മാറ്റി വെച്ചു കൊടുത്തു. എല്ലാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി ഒരു പാത്രം എടുത്ത് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് അത് തോളത്തിട്ടിട്ട് ഇങ്ങനെ പോവാം. അവിടെ നിന്നില്ല, ഓടി ചെന്ന് കെട്ടിപ്പിടിച്ച് പറഞ്ഞു, യാ സയ്യിദി യാ സിദ്ദീഖ്, എന്റെ നേതാവായ സിദ്ദീഖ് എന്നവരെ, മാ അസ്ബിഖുക അബദ, നിങ്ങളെ മുന്നേറാൻ എനിക്കൊരിക്കലും കഴിയൂല. നിങ്ങളെക്കാൾ മുൻകടക്കാൻ എനിക്കൊരിക്കലും കഴിയില്ല. കാരണം മുമ്പ് എപ്പോഴും ഒരു വാശിയുണ്ട്, സിദ്ദീഖിനേക്കാൾക്ക് മുൻകടക്കണം. നല്ല കാര്യങ്ങൾ ചെയ്യുന്നിടത്തേ ഒരു സമയത്ത് സംഭാവന ചോദിച്ചപ്പോൾ എല്ലാവരും സംഭാവന കൊണ്ടെടുത്തു. ഉമർ ഖത്താബ് കൊണ്ടെടുത്തപ്പോൾ എന്താ ഒരു കിഴിയാ കൊടുത്തു. എന്താണ് ഇത്? എൻ്റെ സമ്പത്തിന്റെ പകുതിയാണ്. ഇതുപോലത്തെ പകുതി വീട്ടിലുണ്ട്. നബി ചോദിച്ചു, മാ അബുഖൈതലി അഹ്ലിക, കുടുംബത്തിന് എന്തെങ്കിലും മിച്ചം വെച്ച്? നിങ്ങൾ കേട്ട ചരിത്രമാണ്, എങ്കിലും ഒന്നുകൂടെ പറയാം. റമദാനല്ല. മാ അബുഖൈത ലി അഹ്ലിക, എന്റെ കുടുംബത്തിന് വല്ലതും മിച്ചം വെച്ചിട്ടുണ്ടോ? ആ സമയത്ത് ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറഞ്ഞുകൊണ്ട്, ഉണ്ട് നബി, ഇതിന്റെ പകുതി വീട്ടിലുണ്ട്, പകുതിയാണ് ഞാൻ സർത്തായത്. അപ്പൊ ഉമർ ഖത്താബിന്റെ മനസ്സിലുള്ള ഒരു ഇതെന്താന്ന് അബൂബക്കറിനെ ഞാൻ ഉണ്ടാവും പരാജയപ്പെടുത്തും, ഇതിന്റെ എത്ര കൊടുക്കാൻ മുമ്പ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് ഒരു ചെറിയ കിഴി കൊണ്ടുവരുന്നത്. മാ അബുഖൈതലി അഹ്ലിക യാ അബൂബക്കർ, അബൂബക്കറെ നിന്റെ കുടുംബത്തിന് വേണ്ടി എന്താ വെച്ചിട്ടുള്ളതെന്ന് വെച്ചപ്പോൾ, അബുഖൈതുല്ലാഹ വറസൂല, അല്ലാഹുവിന്റെ റസൂലിനെ മാത്രമേ വെച്ചിട്ടുള്ളൂ, ഉള്ളത് മുഴുവൻ നബിയെ. പരാജയപ്പെട്ടു പോയി. അവിടെയും ഞാനത് പറഞ്ഞത് അവരുടെയൊക്കെ കൊടുക്കാനുള്ള ആർത്തിയും മനസ്സും ആ സ്വഭാവവും മറ്റുള്ളവരെ അറിയരുത് എന്നുള്ളതാണ്. ഞങ്ങൾ ചെയ്യുന്ന മറ്റുള്ളവരാണ്. നമുക്ക് പലപ്പോഴും കിബർ വന്നു പോകാം. ഇബ്ലീസ് നമ്മുടെ കൂടെ ഉണ്ടാവും, എനിക്കും ഉണ്ടാവും, നിങ്ങൾക്കും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. കുറച്ച് നന്മ ചെയ്യുന്നവരാണെങ്കിൽ അവൻ്റെ കൂടെയാണ് കൂടുതലുണ്ടാവുക, തമ്മാടികളുടെ കൂടെ വല്ലാതെ ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യുന്നവരെ എവിടെങ്കിലും തിരിച്ചുണ്ടാക്കാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൂടെ ഉണ്ടാവും. അല്ലാഹു തആല ഈ റമദാന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാ രംഗത്തും നമ്മളെയും മക്കളെയും പിശാചിന്റെ ശർറിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരവസരമാണ്. ഇപ്പൊ അടുത്താണ്, കുറച്ച് മുമ്പ് നടന്ന ഒരു സംഭവത്തിന്റെ ഒരു ക്ലിപ്പ് ഇങ്ങനെ കണ്ട് ഞാൻ വല്ലാതെ കരിച്ചെന്നല്ല വല്ലാതെ പോയൊരു സംഭവം. ഒരു മക്കള് സ്കൂളിൽ നിന്ന് വിട്ട് വന്നപ്പോൾ ഉമ്മ വേറൊരുത്തൻ്റെ കൂടെ ഓടിപ്പോയിരുന്നു. അപ്പോൾ 9 വയസ്സായ ഒരു മോന് കരഞ്ഞിട്ട് പറയാണ്, ഇതിനെ കൊണ്ടായിരുന്നില്ല ബാക്കി എന്ന്. അത് സഹിക്കാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ കുടുംബ വ്യവസ്ഥിതിയുടെ അവസ്ഥ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കുടുംബത്തെ വൃത്തി അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. മക്കളായാലും ഭാര്യയായാലും ഭർത്താവായാലും ഒക്കെ ഇന്ന് മോശമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പടച്ചോനെ അതിൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രവാസികൾ വീട്ടിൽ വന്നപ്പോൾ ഭാര്യയില്ല, അവള് വേറൊരുത്തൻ്റെ കൂടെ പോയിക്കണം, ഭർത്താവ് വേറൊരുത്തൻ്റെ കൂടെ ഗൾഫിൽ നിന്ന് ഫിലിപ്പൈൻ്റെ കൂടെയാണ്. ഇതൊക്കെ പറഞ്ഞ ഒരുപാട് കേസ് ഔദ്യോഗികമായിട്ട് തന്നെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പടച്ചോനെ അങ്ങനെയുള്ള ഒരു ദുഷിച്ച അവസ്ഥ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ നൽകല്ല തമ്പുരാനെ. അതുപോലെ തന്നെ 14 വയസ്സുള്ള ഒരു സ്കൂളിൽ പഠിക്കുന്ന പെണ്ണിനെ 16 വയസ്സുള്ള ഒരു ചെറുപ്പം, ഇപ്പത്തെ 2 മാസമായിട്ടുള്ളൂ. ജാതി ഏതാന്ന് ഇപ്പോഴും എനിക്കറിയില്ല, മുസ്ലിമാണോ അല്ലേന്നൊന്നും നമ്മൾ നോക്കിയില്ല. ആ വാർത്ത ഞാൻ ഒരിക്കൽ കേട്ടൊരു ഓർമ്മ, പിന്നെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല.
അത് മുസ്ലിം ആയിരുന്നു അല്ലെങ്കിൽ ഹിന്ദു ആയിരുന്നു മുസ്ലിം അങ്ങനെ സാധ്യത എങ്ങനെ ആയാലും ശരി. കാരണം പണത്തിൻ്റെ കുഴപ്പമുണ്ട് മക്കളെ നോക്കാതിരിക്കുന്ന നമ്മളാണ്, നമുക്ക് ശല്യമാണ് മക്കൾ എന്ന് പറഞ്ഞാൽ. അവരെങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്നുള്ളൊരു തോന്നൽ അത് പാടില്ല. മക്കളെ നന്നായി നോക്കണം. പ്രത്യേകിച്ച് 5 വയസ്സ് 6 വയസ്സ് 7 വയസ്സ് അവർക്ക് ചിന്ത ഈ ചിറക് മുളക്കുന്ന സമയത്ത് നിർബന്ധമായി നമ്മളാണ് അവരെത്താൻ. എൻ്റെ അമ്മമാരും ഉപ്പമാരും ഒക്കെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് റംസാനൊക്കെ ആയ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിൽ മക്കളെ നോക്കരുത്. ഇപ്പം നല്ല ഇഴജന്തുക്കളും അതുപോലെ നായ്ക്കളൊക്കെ ഇറങ്ങിയ കുറുക്കനൊക്കെ ഉള്ള സമയമാണ്. അതുകൊണ്ട് അത് അവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും, അത് ചിന്തിക്കരുത്. ഒരു കണ്ണ് എപ്പോഴും വേണം. അത് കഴിഞ്ഞിട്ട് മക്കളെ നോക്കിയിട്ട് പത്തി ഉണ്ടാക്കിയാൽ മതി, എന്നിട്ട് കഞ്ഞി ഉണ്ടാക്കിയാൽ മതി. അത് ഭർത്താവ് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ മക്കളെ നോക്കാനെങ്കിലും നമ്മൾ തയ്യാറാണ്. അത് നോക്കാൻ പറ്റില്ല. എന്നാലും ഒന്ന് അവരെന്നും നോക്കണമല്ലോ. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം നമ്മൾ ആ ഇത് ഏറ്റെടുക്കണം എന്ന് നമ്മൾ വിനയത്തോടു കൂടെ സഹോദരന്മാരോടും സഹോദരിമാരോടൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങോട്ട് കൊടുത്താലും കണ്ട് കിട്ടുള്ളൂ. അമ്മ എന്നെ അത്രേ പറഞ്ഞിട്ടുള്ളൂ. പടച്ചോനെ, ഞങ്ങളുടെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് കരുണ ചെയ്തത് പോലോത്ത കരുണ അവർക്ക് നീ ചെയ്യണം തമ്പുരാനെ എന്നാണ് അള്ളാഹ് കേൾക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ എങ്ങനെയാണോ എന്നെ ചെറുപ്പത്തിൽ കരുണ ചെയ്തത് ആ അളവിൽ കൊടുത്താണ്. റേഷൻ വെച്ചിരിക്കണം അള്ളാഹ്. എന്തിനാ അള്ളാഹ് അങ്ങനെ വെച്ച്? നമ്മൾ നന്നാവാൻ. കാരണം നമ്മൾ നന്നായി കൊടുക്കണം, നന്നായി കിട്ടും. ചെറുപ്പത്തിൽ നല്ല നോക്കേണ്ട സമയമാണ്. അവരെ വീടുണ്ടെങ്കിൽ ഒരു ഉത്തരവാദിത്യം നമ്മൾ തന്നെയാണ്. പല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ, ചുണ്ട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ, ചോര വന്നിട്ടുണ്ടെങ്കിൽ, തങ്ങളുടെ കൈക്കടിച്ച് ഇത്ര കുട്ടികൾ മരിച്ചു പോകുന്നു. ഈ അവസ്ഥ വന്നിട്ട് ഉമ്മയും ബാപ്പയും തന്നെയാണ് എൻ്റെ ഉത്തരവാദിത്യം. കാരണം നമ്മൾ നോക്കാണ്ടല്ലേ, നോക്കണം. എല്ലാവരും അല്ല പറയുന്നത്, ചിലർക്ക് അശ്രദ്ധ കൂടുതലുണ്ട്, അതുണ്ടാവരുത് എന്ന് ഞാൻ ഈ മസ്കത്ത് കമ്മിറ്റിക്ക് വേണ്ടി എൻ്റെ സഹോദരന്മാരെയും ഉണർത്തുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു അപകടമാണ് മയക്കുമരുന്ന്. പണ്ട് ഗന്ധം കൊണ്ട് കഞ്ചാവ് അടിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത്ര. അടുത്ത വീട്ടിൽ കഞ്ചാവ് അടിക്കുന്നവരുണ്ടെങ്കിൽ പുറത്തുനിന്ന് എന്താ കഞ്ചാവിൻ്റെ മണം, കള്ളിൻ്റെ മണം, കൈതച്ചക്കട മണം എന്നൊക്കെ പറഞ്ഞിരുന്നത് കലന്ന് മണമില്ലാത്ത. അവിടെയും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മണമില്ലാത്ത സ്റ്റാമ്പുകളും അതുപോലെ തന്നെ മറ്റു പലതും ഉണ്ട് എന്നാണ് പറയുന്നത്. പല സാധനങ്ങളും ഉണ്ട്. മക്കൾ സ്കൂളിൽ വിട്ട് വന്നാൽ ആൺകുട്ടികളെ മാത്രമല്ല പെൺകുട്ടികളാണ് ആദ്യം നോക്കേണ്ടത്. അവരെ നിന്ന് റാക്കറ്റുകളൊക്കെ ഇന്ന് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. റമദാൻ ആയതുകൊണ്ട് പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു തആല അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ, മയക്കുമരുന്നിൻ്റെ അടിമകളായി നമ്മുടെ മക്കൾ പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ജാഗ്രത. പോയതിൻ്റെ ശേഷം പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവൻ്റെ കൂടെ ഓടി, ഇപ്പൻ്റെ കൂടെ ഓടി എന്നൊക്കെ പറയുന്നതിന് മെയിൻ കാരണം ഇതൊക്കെ തന്നെയാണ്. പിന്നെ മൊബൈൽ ഉപയോഗങ്ങളും ഒന്ന് പരിധി വേണം. അതൊക്കെ ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് കാണുന്നത്, എങ്ങനെയൊക്കെ കാണുന്നത്. വല്ലാതെ പ്രൈവസി കൊടുക്കേണ്ട മക്കൾക്ക്. കുറച്ച് അവർ നമ്മളോട് അസ്വാരസ്യമൊക്കെ കാണിക്കും. എന്നാലും ശരി, വല്ലാതെ പ്രൈവസി കൊടുക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വലിയ അപകടങ്ങൾ, വലിയ ആക്സിഡൻറ്റുകൾ നമ്മൾ സഹിക്കേണ്ടി വരും. അല്ലാഹു തആല നമ്മുടെ മക്കളൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ഇവിടെ പറഞ്ഞതും ഞങ്ങൾ പറയാത്തതുമായ ഒരുപാട് വ്യക്തികൾ ഇത് ചെല്ലുമ്പോൾ പിരിവിന് പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എത്രയോ മൈലുകൾ നടന്നിട്ട് പോകേണ്ട സ്ഥലങ്ങളുണ്ടായി എന്നൊക്കെ പറഞ്ഞേക്കാം. അങ്ങനെയൊക്കെ പോയിട്ട് ആണ് ചിലരെ കാണുക. അങ്ങനെയൊക്കെ പ്രയാസപ്പെട്ടവരുണ്ട്. അങ്ങനെ ചെല്ലുമ്പോൾ നമ്മളെ മടക്കി അയക്കാതെ എന്തെങ്കിലുമൊക്കെ അല്ലാഹു വെളിമുട്ടൂർ മാത്രമൊന്നല്ല, എല്ലാത്ത നാട്ടുകാരുണ്ട്, ഒരുപാട് നാട്ടുകാർ. അല്ലാഹു തആല അവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. ആ കൂട്ടത്തിൽ നിന്ന് മരിച്ചു പോയവരുണ്ടാവും. കുറച്ചുപോലെ അവരിലേക്ക് ഇപ്പം തന്നെ ഈ സെക്കൻഡിൽ തന്നെ അതിൻ്റെ ഫലം എത്തിക്കണം തമ്പുരാനെ. അവർക്ക് അതിൻ്റെ അനുഭൂതി അനുഭവിക്കാനുള്ള അവസ്ഥ നൽകണം തമ്പുരാനെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. തമ്പുരാനെ, ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് നീ സ്വീകരിക്കണം തമ്പുരാനെ. ഈ ഒരുമിച്ച് കൂടലിന് കാരണക്കാരായ ആരൊക്കെ ഉണ്ടോ അവർ പലരും മരിച്ചുപോയി. അവരെ ഖബറിലേക്ക് ഇതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണം തമ്പുരാനെ. പ്രത്യേകിച്ച് ലക്കിമാമിക്ക, അതുപോലെ തന്നെ കുഞ്ഞോൻക തുടങ്ങി പലരും ഞങ്ങൾ പേര് ഓർമ്മയില്ലാത്ത, ഇവിടെ നേരത്തെ പറഞ്ഞ നാസർ അല്ലേ, ദേശത്തിലെ നാസർ ആക്സിഡൻറ്റിൽപ്പെട്ട് മരിച്ചുപോയ ചെറുപ്പമാണ്. മമ്മൂട്ടി, അതുപോലെ നമ്മുടെ ഹംസല്യയുടെ കേട്ടിക്കാക്ക് വിളിച്ചിട്ട് ഞാൻ ഒരുപാട് ക്ലാസ്സിന് പോയി. ഞാൻ കുറേ കാലം നിങ്ങളെ ക്ലാസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത നിങ്ങളൊന്നും ഇവിടെ വന്ന്
ഇല്ലാത്ത അങ്ങനെയുള്ളപ്പോഴും ഉണ്ടായിട്ടോ. നല്ലൊരു കാലം ഇവരോട് പറഞ്ഞ എന്താ ചെയ്ത് പറഞ്ഞതാണ്. അള്ളാഹ് സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പൊ കേട്ടിക്കാനെ പറഞ്ഞപ്പോ ഓർമ്മ വന്നാണ് കേട്ടിക്ക. അതുപോലെ പലരും ഇനി നമുക്ക് അറിഞ്ഞു കേൾക്കണം പലരുണ്ട്. കുറച്ചോനെ അവരുടെ കബറിലേക്ക് ഇതിന്റെ പ്രതിഫലെത്തിക്കണം തമ്പുരാനെ. ഈ മഹത്തായ അമല് മുന്നിൽ വെച്ച് ഞങ്ങൾ ചോദിക്കുന്ന കുറച്ചോനെ ഇതിന്റെ വർക്കത്തോട് ഞങ്ങളൊക്കെ ദോഷം പുറത്തു തരണം തമ്പുരാനെ. കുറച്ചോനെ ആഫിയത്തോടു കൂടിയുള്ള ജീവിതം നൽകണം തമ്പുരാനെ. കുറച്ചോനെ ഡയാലിസിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ആഫിയത്ത് നൽകണം തമ്പുരാനെ, റാഹത്ത് നൽകണം തമ്പുരാനെ. കഷ്ടപ്പെടുത്തല്ല തമ്പുരാനെ. ഞങ്ങളെ കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിനും കഷ്ടം നൽകേണ്ടത് തമ്പുരാനെ. സാമ്പത്തികമായി മറ്റും വിഷമിക്കുന്നവരുണ്ട്. എല്ലാ വിഷമങ്ങളും നീ ഇതിന്റെ വർക്കത്തുകൊണ്ട് തീർത്തു തരണം തമ്പുരാനെ. വലിയ രോഗങ്ങൾ ഞങ്ങൾക്ക് ആർക്കും നൽകേണ്ട തമ്പുരാനെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഭാര്യമാരും ഉമ്മമാരും ഉപ്പമാരും പൊന്നുമക്കള് പേരക്കുട്ടികൾ പഠിച്ചോനെ അവർക്ക് മാരകമായ രോഗങ്ങൾ നൽകേണ്ട തമ്പുരാനെ. ഞങ്ങളുടെ മക്കൾ ഇനി ജനിക്കാനുള്ള മക്കൾക്കും മറ്റു പേരക്കുട്ടികൾക്കും ജനിക്കാനുള്ള മക്കൾ അംഗവൈകല്യം നൽകേണ്ട തമ്പുരാനെ. ഇരട്ടകളാക്കല്ല തമ്പുരാനെ. പ്രകൃതിയിലും ഞങ്ങളുടെ സാമൂഹിക അവസ്ഥയിലും വിഷമം അനുഭവിക്കുന്ന അവസ്ഥ ഞങ്ങളുടെ മക്കൾക്കും മക്കളെ പരമ്പര നിലനിൽക്കുന്നത് തരല്ല തമ്പുരാനെ. ഞങ്ങൾക്കൊക്കെ അതൊക്കെ മതി. ഈ ചെയ്യുന്ന അമലുകൾക്ക് വേണ്ടി ഞങ്ങൾ ചോദിക്കുന്നത് പടച്ചോനെ, ഞങ്ങളുടെ മക്കൾ പരമ്പരയിൽ നീ ഒരിക്കലും വിഷമവും പ്രയാസവും ദുരിതവും നൽകേണ്ട തമ്പുരാനെ. ആക്സിഡന്റ് മരണങ്ങൾ നൽകേണ്ട തമ്പുരാനെ. ഒരുപാട് കൊച്ചുമക്കൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആക്സിഡന്റ് ഞങ്ങളുടെ കേവക്കാട് മോനടക്കം പലരും ഇനി ഓർമ്മയിലുള്ളവരും ഇല്ലാത്തവരായ പലരും അവർക്കൊക്കെ നീ പുറത്തു കൊടുത്ത് സ്വർഗം നൽകണം തമ്പുരാനെ. കുടുംബത്തിന് തള്ളാർക്കും തള്ളാർക്കും ഉറ്റവർക്കും ഉടയവർക്കും നീ ക്ഷമ നൽകണം തമ്പുരാനെ. കുറച്ചോനെ ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങളെ മക്കളെ ശേഷക്രിയ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഞങ്ങൾക്ക് നീ ഒരു ദുരിതം നൽകേണ്ട തമ്പുരാനെ. ദീർഘായുസ് ഞങ്ങളുടെ പൊന്നു മക്കൾക്ക് നൽകണം തമ്പുരാനെ. ഇതിന്റെ വർക്കത്ത് കൊണ്ട് ഇതിൽ ബന്ധപ്പെട്ട പ്രവർത്തകർ എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ, മുമ്പ് പ്രവർത്തിച്ചവർക്ക് എല്ലാം തന്നെ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് ഈ പുണ്യ റമദാന്റെ വർക്കത്ത് കൊണ്ട് നൽകണം തമ്പുരാനെ. മരിക്കുന്ന സമയം അതേതായാലും ഉണ്ടാവും. ആ സമയം ഹൈറായ മരണം നൽകണം തമ്പുരാനെ. ഹൈറായ മരണം നൽകണം തമ്പുരാനെ. പടച്ചോനെ, ഞങ്ങൾ ആശിക്കുന്നത് പോലെ ഞങ്ങൾ ആശിക്കാൻ യോഗ്യരല്ലെങ്കിലും നിന്റെ ഹബീബിന്റെ നാടായ മക്കയിലോ മദീനയിലോ വെച്ചാക്കണം തമ്പുരാനെ. മക്കയിലോ മദീനയിലോ വെച്ച് മരിക്കാൻ തൗഫീഖ് നൽകണം തമ്പുരാനെ. അത് നിന്റെ ഖദായിൽ ഇല്ലെങ്കിൽ പടച്ചോനെ, ഞങ്ങളുടെ ജന്മനാട്ടിൽ വെച്ച് കുടുംബത്തോടൊപ്പം ജീവിച്ച് നല്ല നിലയിൽ ഹൈറായ സമയത്ത് ഹൈറ് പറഞ്ഞുകൊണ്ട് ഹൈറ് ചൊല്ലിക്കൊണ്ട് മരിക്കാൻ തൗഫീഖ് നൽകണം തമ്പുരാനെ. കടബാധ്യതകളുള്ളവരുണ്ട്, മരണത്തിന് മുമ്പ് അത് വീട്ടാനുള്ള തൗഫീഖ് നൽകണം തമ്പുരാനെ. കടങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുത്തല്ല തമ്പുരാനെ. ക്യാൻസർ, അതുപോലെ തന്നെ മറ്റു ഡയാലിസിന് വിധേയമാക്കപ്പെടുന്ന രോഗങ്ങൾ വിഷമിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിൽ പലരുണ്ട്. പടച്ചോനെ, നീ സലാമത്ത് നൽകണം തമ്പുരാനെ. നിന്റെ അസലിയായ ഖദായിൽ, തട്ടാത്ത ഖദായിൽ, സദഖ കൊണ്ടും ദുആ കൊണ്ടും ഒന്നും തട്ടാത്ത ചില ഖദാ ഉണ്ടാവും. അത് നീ തട്ടൂല. അങ്ങനത്തെ ഖദായിൽ വലിയ രോഗങ്ങളോ വലിയ ബുദ്ധിമുട്ടുകളോ ആക്സിഡന്റുകളോ ഞങ്ങൾക്കോ മക്കൾക്കോ കുടുംബത്തിനോ ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കോ ഞങ്ങളെ സഹായിച്ചവർക്കോ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കോ നീ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ പടച്ചവനെ, അത് താങ്ങാനും സഹിക്കാനുമുള്ള കരുത്തും എല്ലാവിധ റാഹത്തും ആ വിഷയത്തിന് ഞങ്ങൾക്ക് നൽകണം തമ്പുരാനെ. അല്ലാത്ത നിലയിൽ ഒരിക്കലും ഞങ്ങളെ കഷ്ടപ്പെടുത്തരുത് തമ്പുരാനെ. ഞങ്ങൾ കാരണം ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ പൊന്നുമക്കൾ ദുരിതം അനുഭവിക്കുന്ന അവസ്ഥ നൽകേണ്ട തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളിൽ പലർക്കും മക്കൾ വൈകല്യങ്ങളുള്ളവരുണ്ട്. ഞങ്ങൾ അവരെ നോക്കുന്നുണ്ട്. നോക്കാനുള്ള എല്ലാവിധ ഒത്താശയും നീ തൗഫീഖായി തരണം തമ്പുരാനെ. നീ ശിഫ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ശിഫ നൽകണം തമ്പുരാനെ. ഞങ്ങളുടെ പൊന്നു മക്കൾക്ക് ശിഫ നൽകണം തമ്പുരാനെ. പടച്ചവനെ, പലരും ഹജ്ജും ഉംറയും ചെയ്യാത്തവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ഞാനടക്കമുള്ളത്. ഉംറ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള ഭാഗ്യം ഞങ്ങൾക്കും കുടുംബത്തിനും നൽകണം തമ്പുരാനെ. കുടുംബത്തോടു കൂടെ തന്നെ പോയി ഹജ്ജും ഉംറയൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് പടച്ചു തരണം തമ്പുരാനെ.
തടസ്സങ്ങൾ തീർക്കണം തമ്പുരാനെ. കുറച്ചോനെ ഇന്ന് റമദാൻ 7 മൊമാലിക്കാട് ഉമ്മ ഐസ് കൊടുത്ത മരിച്ച ദിവസമാണ്. അതുപോലെ അവരൊപ്പ മരിച്ച ദിവസം എനിക്ക് ഓർമ്മയില്ലെങ്കിലും മരിച്ചിട്ടുണ്ട്. അവർ ഞങ്ങളൊക്കെ ഒപ്പമാരൊക്കെ ഇവിടെ അധികം പിന്നില്ലാത്തവരാണ് ഇരിക്കണേ. പിന്നെയുള്ള മക്കളുടെ പാക്കും മാക്കും ദീർഘായുസ് ആഫിയത്തോടെ നിൽക്കണം തമ്പുരാനെ. ബാപ്പില്ലാത്ത സാധുക്കളായ ഞങ്ങളുടെ ഉമ്മ വാപ്പാമാർക്ക് ഇതിന്റെ ബർക്കത്ത് കൊണ്ട് സ്വർഗം നൽകണം തമ്പുരാൻ. ഒരുപാട് ഉസ്താദുമാർ മരിച്ചു പോയിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ചുറ്റുപാടുള്ള മഹല്ലുകളിൽ ഏറ്റവും കൂടുതൽ മല്ലമാരും അതുപോലെ മാലിന്യങ്ങളുള്ള വലിയ നാടാണ്. പടച്ചവനെ ആ ഐശ്വര്യം ഞങ്ങൾക്ക് നിലനിർത്തി തരണം തമ്പുരാൻ. അവരൊക്കെ ഖബർ നീ സന്തോഷത്തിലാക്കണം തമ്പുരാനെ. നമ്മളാ നാടിയിൽ കച്ചവടം ചെയ്തിരുന്ന മാമതയിലേർ മരിച്ച ആണ്ടായിരുന്നു ഇന്നലെ മിഞ്ഞാന്നാണ്ട്. അള്ളാഹു താല അല്ല മെയ്യത്ത് കൊണ്ടുവരുന്നത്, ആ പെട്ടി ഇറക്കുന്നതും ആ സമയത്തുള്ള വിഷമവും പ്രയാസവും കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല റബ്ബേ. മക്കളെ പോറ്റാൻ, കുടുംബത്തെ പോറ്റാൻ പോയവൻ പെട്ടിയിൽ കയറി വരുന്നത് കാണുമ്പോൾ കുടുംബത്തിനുണ്ടാകുന്ന വേദന താങ്ങാൻ കഴിയാത്ത വിഷമം അത് താങ്ങാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല റബ്ബേ. അതുകൊണ്ട് പ്രവാസികൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി നാട്ടിൽ വന്ന് കുറച്ചു കാലം മക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം ജീവിക്കാൻ ഇതിന്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകണം തമ്പുരാനെ. ഞങ്ങളുടെ ഉസ്താദുമാർ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ഉസ്താദ് ഇതിനൊക്കെ സഹകരിച്ചിരുന്ന, ഇവരുടെ കൂടെ നിന്നിരുന്ന, വളരെയധികം സഹകരിച്ചിരുന്ന ഉസ്താദ് ദർജ വർദ്ധിപ്പിക്കണം തമ്പുരാനെ. അവരുടെ നമ്മുടെയൊക്കെ കുടുംബത്തിന് ഖൈറും ബർക്കത്തും റാഹത്തും ആഫിയത്തും ദീർഘായുസ്സും നൽകണം തമ്പുരാനെ. ഈ ഇരിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്, ഒക്കെ നിറവേറ്റി തരണം തമ്പുരാനെ. ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് നൽകണം തമ്പുരാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകണം തമ്പുരാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. اللهم اجعل هذا الشهر الشريف شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا من الدين والمظالم والنار برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع അത് അങ്ങനെ കുത്തനെ വെക്കുക. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മളെ പിന്നെ കിറ്റ് പാക്ക് 15 ഐറ്റാണ് നമ്മളെ കിറ്റിലുള്ളത്. ആദ്യത്തത് അരിപ്പൊടി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പഞ്ചാര ഈത്തപ്പഴം നേരെ സെഗ്മെന്റിൽ ആദ്യത്തെ ടിപ്പ് നോക്കട്ടെ. അപ്പൊ അതെല്ലാം വെച്ചാ ഇതൊക്കെ വെച്ചാ ചാമ്പി എല്ലാം വെച്ചില്ലേ? 500 രൂപ. ചിക്കൻ മടങ്ങി പോയി
ഷെമി ബാബുഷ ആയുഷ വലിയ കാര്യം ചെക്കൻ പയ്യാൻ തോന്നുന്നു ഇതിപ്പോ നമ്മൾ ചെയ്യാൻ ചാരിറ്റിക്ക് അങ്ങനെ പാപം